വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ സ്വന്തമായിട്ട് ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ട് നിങ്ങൾക്ക്, എനിക്ക് ഇച്ചിരി വണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ ഞാൻ പൊതുവേ ഉള്ള ആൾക്കാരെക്കാളും കുറച്ച് ഹെവി ആണെന്ന് സ്വയം ഫീലുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ഒന്നുമല്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് വണ്ണം വയ്ക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഇപ്പം എൻ്റെ കേസ് തന്നെ ഇരിക്കട്ടെ, പ്രഗ്നൻസി കഴിഞ്ഞ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു. അതായത് എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ വെയിറ്റ് വാസ് ലൈക്ക് 54 kg ആയിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്തുള്ള എൻ്റെ വെയിറ്റ്. ആൻഡ് എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മൈ വെയിറ്റ് വാസ് അറൗണ്ട് 64, അതായത് ഒരു 63-64 ആ ഒരു കാറ്റഗറിയിൽ 10 kg ഞാനൊരു 4 കൊല്ലം കൊണ്ട് കൂടിയായിരുന്നു. ഓക്കെ, ഐ മീൻ 3 കൊല്ലം കൊണ്ട് ഞാൻ 10 kg ഞാൻ കൂടി. ആൻഡ് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ, അതായത് ബിഫോർ പ്രഗ്നൻസി എൻ്റെ ലാസ്റ്റ് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഇറ്റ് വാസ് 80 kg. ഓക്കെ, ആൻഡ് എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞപ്പോൾ ഇറ്റ് കെയിം ടു 74. അപ്പം എൻ്റെ മുന്നിലുള്ള ടാസ്ക് വാസ് ടു ലൂസ് 10 kg. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് എത്രയായിരുന്നു, ആ ഒരു വെയിറ്റിലോട്ട് എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡ് ഒരു ചിന്ത. ആൻഡ് ഞാൻ ഒരു 6th month തൊട്ട് ജിമ്മിൽ പോയി തുടങ്ങി. ഫോർ 1 year ആയിട്ടില്ല ശരിക്കും ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 8 months ആയിട്ടുള്ളൂ. ഞാൻ ഒരു ഡയറ്റോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ വാരി വലിച്ച് കഴിക്കുന്നത് ഞാൻ കുറച്ചു, പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുമായിരുന്നു. ആൻഡ് എൻ്റെ ടാർഗറ്റ് വാസ് 64, 10 kg ലൂസ് ചെയ്യുക. ബിഫോർ പ്രഗ്നൻസി എൻ്റെ വെയിറ്റ് എത്രയായിരുന്നു ആ ഒരു വെയിറ്റിലോട്ട് എത്തുക എന്നുള്ളതായിരുന്നു. സക്സസ്ഫുള്ളി ആ ഒരു കാറ്റഗറിയിൽ ഞാൻ എത്തി. ഫോർ റൈറ്റ് നൗ എനിക്ക് 64 ആണ്. എന്ന് വെച്ചിട്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ ആർക്കും പറ്റില്ല എന്നോ അല്ലെങ്കിൽ വണ്ണം വെച്ചിരിക്കുന്നത് ഒരു തെറ്റാണെന്നോ ഒരിക്കലും പറയുന്നില്ല. കാരണം കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, ലൈക്ക് വണ്ണം വെച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയും കുറച്ച് ബൾക്ക്നെസ് ഫീൽ ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് ബോഡി ഷേമിങ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ആ ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് ലൈക്ക് എനിക്ക് എങ്ങനെ ഫീൽ ആയിരുന്നു. സീരിയസ്ലി ഈ പറഞ്ഞ പോലെ എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു. അത് ചിലപ്പോൾ പുറമെ എന്നെ പണ്ട് കണ്ട ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും, അയ്യോ എന്ത് തടിച്ചായിരുന്നു. കാരണം പേഴ്സണലി എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്, ഡെലിവറി ഒക്കെ കഴിഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നൊരു 8 months, ഡെലിവറി കഴിഞ്ഞ് 8 months ആയപ്പോൾ തന്നെ എന്നെ കണ്ട എനിക്ക് വേണ്ടപ്പെട്ട അത്രയും ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി കുറച്ച് വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം, പഴയതുപോലെ എത്തണം, അത്യാവശ്യം നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. സീരിയസ്ലി വണ്ണം ഒരിക്കലും ഒരു തെറ്റൊന്നുമല്ല. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ വണ്ണം വയ്ക്കണോ, നമ്മൾ കുറയണോ, അല്ലെങ്കിൽ നമ്മൾ സ്ലിം ആയിരിക്കണോ, അല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടിരിക്കണോ, അല്ലെങ്കിൽ നമ്മൾ ചബ്ബി ആയിട്ടിരിക്കണോ, അതൊക്കെ നമ്മുടെ മാത്രം പേഴ്സണൽ ചോയ്സാണ്. നമ്മുടെ വണ്ണത്തിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെയും മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാനിത് പറയാൻ കാരണം ഒരുപാട് ആൾക്കാരിൽ ഉള്ളിലുള്ളൊരു തോട്ടാണ്, അതായത് ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ വണ്ണം വയ്ക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ പഴയ ഒരു ബോഡി ടൈപ്പിലോട്ട് എത്താൻ നല്ല ടൈം എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ. ഇപ്പം ഓക്കെ, ശരിയാണ്, നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വണ്ണം വയ്ക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മളെ ശരീരം അല്ലെങ്കിൽ അത്ര മോശമാണെന്നോ അല്ലെങ്കിൽ നമ്മളെ കാണാൻ കൊള്ളില്ലെന്നോ അങ്ങനൊന്നുമല്ല. എല്ലാ ബോഡി ടൈപ്പിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവാണ് അത് മാറ്റുന്നത്. നമ്മൾ വണ്ണം വെച്ചിരിക്കുന്നതിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെയും ടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചിട്ട് വണ്ണം നല്ലതാണെന്നും പറയുന്നില്ല. ചിലർക്ക് ഒരു ഹെൽത്തി ബോഡിയാണെന്നുണ്ടെങ്കിൽ വണ്ണം ഒരിക്കലും ഒരു പ്രശ്നമില്ല. നമ്മളെ ബോഡി എപ്പോഴും ആക്റ്റീവായിരിക്കുക, നമ്മൾ ഹെൽത്തി ആയിരിക്കുക, അതിനാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരെ മാത്രം ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാൻ ആ ഒരു ഫേസിലൂടെ കടന്നു വന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എല്ലാവരും ഇപ്പോൾ ഒരു ട്രാൻസിഷൻ ജേർണി ചെയ്യുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞ്, മോസ്റ്റ്ലി ഉള്ള ആൾക്കാർ ഞാൻ കാണുന്നത്. കാരണം വണ്ണം ഭയങ്കര ഒരു സംഭവമാണ്, അല്ലെങ്കിൽ വണ്ണം വയ്ക്കുന്നത് ഭയങ്കര എന്തോ ഒരു വലിയ അപരാധമാണെന്നൊരു തോട്ട് പ്രോസസ്സ് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരുടെ മൈൻഡിലുണ്ട്. സീരിയസ്ലി ഞാൻ പറയട്ടെ, വണ്ണം ഒരിക്കലും തെറ്റില്ല. അപ്പോൾ പറയും ഞാൻ കുറച്ചതുകൊണ്ട് എനിക്ക് ഡയലോഗ് അടിക്കുന്നത്. ഒരിക്കലും ഞാൻ വണ്ണം കുറച്ചെങ്കിലും, അതായത് വെയിറ്റ് കുറച്ചെങ്കിലും എൻ്റെ ബോഡിയിൽ ആ ഒരു വണ്ണം ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞല്ലോ ഇപ്പോഴും കുറച്ച് ലൈക്ക് ബോഡിയൊക്കെ നല്ല ഉരുണ്ടിട്ടാണല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറയും എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഐ ആം ഹാപ്പി വിത്ത് മൈ വെയിറ്റ്. ഓക്കെ, ആൻഡ് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരുടെ കണ്ണിലൂടെ നമുക്ക് നമ്മുടെ ബോഡിയെ ജഡ്ജ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്. ചിലപ്പം എൻ്റെ കണ്ണിൽ ഒരാൾ എനിക്കിപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സങ്കല്പത്തിൽ 0 size ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പോയിട്ട് അവർ എനിക്ക് വേണ്ടി 0 size ഒരിക്കലും ആവത്തില്ല. അവർക്ക് തോന്നി അവർക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ അവർക്ക് അത് ഹെൽത്തി അല്ല, അവർക്ക് അത് ബെറ്റർ അല്ല എന്ന് തോന്നിയാൽ മാത്രമേ അവരത് ചെയ്യത്തുള്ളൂ. എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ണം ഒരിക്കലും ഒരു തെറ്റല്ല, വണ്ണം വയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അത് നമ്മുടെ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ്, അല്ലേ?
അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. വണ്ണം വച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എത്രയോ സെലിബ്രിറ്റീസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ റീസെൻ്റ്ലി എനിക്ക് എപ്പോഴും ഭയങ്കര മോട്ടിവേഷൻ തോന്നുന്ന രണ്ട് പേര്. ഒന്ന് അപർണ തോമസ്. പുള്ളിക്കാരിക്ക് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്ന സമയത്ത് കിട്ടുന്നതെല്ലാം കഴിക്കും. ആൻഡ് പുള്ളിക്കാരിക്ക് ഡയറ്റ് ചെയ്ത് കുറക്കണം തോന്നുന്ന സമയത്ത് പുള്ളിക്കാരി അത് പക്കയായിട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ ഗ്രേസ് ആൻ്റണി, പുള്ളിക്കാരി ഭയങ്കര ചബ്ബി ആൻഡ് ക്യൂട്ടായിരുന്നു. ആൻഡ് ഒരു ടൈം എത്തിയപ്പോൾ പുള്ളിക്കാരിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കുറയ്ക്കണം എന്ന് തോന്നി. ഷീ ഡിഡ് ദാറ്റ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് നമ്മൾ വണ്ണം വെച്ചിരിക്കണോ കുറഞ്ഞു മെലിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇവരൊക്കെ വണ്ണം വെച്ചിരുന്ന സമയത്ത് ഇവർക്ക് ആർക്കും ബോഡി ഷേമിങ്ങോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടാതിരുന്നിട്ടില്ല. കിട്ടിയിട്ടുണ്ടാവും, അവരത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർക്കൊരു പേഴ്സണലി തോന്നി മാത്രമാണ് അവർ കുറച്ചത്. അതിൻ്റെ പേരിൽ അവർക്ക് അവരുടെ ബോഡിയോട് ദേഷ്യം തോന്നുകയോ അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തെന്നോ ഇങ്ങനെ ചെയ്തോ ഒന്നുമല്ല. സോ അപ്പം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് നമ്മളെ സ്വയം ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പോലെ വേറെ ആർക്കും ഈ ലോകത്ത് കഴിയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളെ സ്നേഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഒരിക്കലും വേറെ ആരും ചെയ്യത്തില്ല നമുക്ക് വേണ്ടിയിട്ട്. എത്രയൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയാണെന്ന് നമുക്കല്ലാണ്ട് വേറെ ആർക്കും മനസ്സിലാവത്തില്ല. അപ്പോൾ വണ്ണം വെച്ചതിൻ്റെ പേരിൽ മാത്രം നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വണ്ണം കുറയുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഈ വണ്ണത്തിലൊരു ഭംഗിയുണ്ടോ. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർ നമ്മളെ സ്നേഹിക്കത്തുള്ളൂ. അപ്പോൾ ആരെങ്കിലും വണ്ണം വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ 2 ദിവസം പട്ടിണി കിടന്ന് ഡെസ്പറേറ്റ് ആയി സ്വന്തം ഹെൽത്ത് കളയാണ്ട് മതി, ഞാൻ വണ്ണം വെച്ചു, ഞാൻ കഴിച്ചിട്ടാണ് വണ്ണം വെച്ചത്, അല്ലെങ്കിൽ ഞാനൊരു ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ണം വെച്ചത്, അതെൻ്റെ ലൈഫിലൊരു ഫേസ് ആണ്. എനിക്ക് നാളെ ഈ ഒരു ഫേസ് കടന്നു പോകണമെന്ന് ഞാൻ സ്വയം ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ സ്വയം ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യും. ഇല്ലെങ്കിൽ അത് എൻ്റെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണെന്ന് ആര് പറഞ്ഞാലും മുഖത്ത് നോക്കി പറയുക. അതിനുള്ള ധൈര്യം നമുക്കൊക്കെ എന്ന് വരുന്നോ അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ മൈൻഡിലുള്ള ഈ അനാവശ്യ തോട്ട് പ്രോസസ്സുകൾ മാറത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആരൊക്കെയാണ് ലൈക്ക് ടെൻസ്ഡ് ആയിട്ട് ഞാൻ വണ്ണം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല ജിമ്മിൽ പോവുക, വണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ അവരെന്ത് പറയും ഇവരെന്ത് പറയുന്നു. നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് മനസ്സുണ്ടെങ്കിൽ, വേറൊരാൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വണ്ണം കുറയ്ക്കുക. വണ്ണം ഒരിക്കലും ഒരു തെറ്റല്ല. ബോഡി ഹെൽത്തി ആയിരിക്കുക, മൈൻഡ് പ്ലസൻ്റ് ആയിരിക്കുക, ആൻഡ് ഓൾസോ നമ്മുടെ ബോഡി ആൻഡ് നമ്മുടെ ഹോൾ പാർട്സ് ആക്റ്റീവായിട്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്കൊരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഒരു മോട്ടിവേഷനായിട്ടോ അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ഉൾപ്പെടെ ഒത്തിരി പേര് അനുഭവിച്ചിട്ടുണ്ടാകണം ഈ ഒരു സമയം കൊണ്ടിട്ട്. ഞാൻ ഒരിക്കലും ഡയറ്റ് ചെയ്തിട്ട് വണ്ണം കുറഞ്ഞിട്ടില്ല, വർക്കൗട്ട് ചെയ്തിട്ട് മാത്രം. ആൻഡ് ഡയറ്റ് ഇൻ ദ സെൻസ് പോർഷൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരവും ഞാൻ കഴിക്കാറുണ്ട്, ഇപ്പോഴും ഞാൻ കഴിക്കുന്നുണ്ട്. ഈവൻ ജിമ്മിൽ പോകുന്നവർ ഡയറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെയും ഓണസ്റ്റ്ലി പറയുകയാണ്, ഡയറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പ്രോട്ടീൻ എടുക്കാറുണ്ട്. പ്രോട്ടീൻ ഇൻ ദ സെൻസ് മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. ഇടയ്ക്ക് കുറച്ച് നാൾ ഞാൻ പ്രോട്ടീൻ ഷേക്ക് കുടിക്കാറുണ്ടായിരുന്നു. ആൻഡ് പോർഷൻ കൺട്രോൾ ചെയ്ത് വാരി വലിച്ച് കഴിക്കുന്നത് കുറച്ചിട്ട് ആവശ്യമുള്ള, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യവും, ഇപ്പം മധുരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ആയിക്കോട്ടെ, എല്ലാം ഒരു കൺട്രോളിൽ കഴിച്ചത് കൊണ്ട് മാത്രം വണ്ണം കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ചിലപ്പം നല്ലതുപോലെ ഹെവി ഡയറ്റ് എടുത്ത് 2 മാസം കൊണ്ട് കുറയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ 10 കിലോ കുറച്ചത് ഏതാണ്ട് ഒരു 8 മാസം കൊണ്ടിട്ടാണ്. കാരണം എനിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ലായിരുന്നു വെയിറ്റ് കുറച്ചിട്ട്. ഞാൻ ഒരിടവും പോകുന്നില്ലായിരുന്നു. എനിക്ക് വെയിറ്റ് കുറച്ചിട്ട് നാളെ ഞാൻ മിസ് ഇന്ത്യയുടെ പരിപാടിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ബോഡിയിൽ സ്യൂട്ടബിൾ ആണെന്ന് തോന്നി, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞതിൻ്റെ പേരിലോ ഒന്നുമല്ല, എനിക്ക് പോസിബിൾ ആണെന്ന് തോന്നി, അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് തോന്നിയ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.